ഹലോ ഗായ്സ്, നമുക്കൊരു സിമ്പിൾ പുഡിംഗ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ബ്രെഡ് വേണം, പിന്നെ നമ്മുടെ പഞ്ചസാര, 2 മുട്ട, പാല്, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് നമ്മളെ ബ്രെഡ് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ 2 കഷ്ണം വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. കുറച്ചും കൂടി ലൂസ് മതിയെങ്കിൽ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കട്ടിക്കാണെങ്കിൽ അത്യാവശ്യം ഒരു 20 മിനിറ്റിനുള്ളിൽ ആയിക്കോളും. പിന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ സാധാ ബ്രെഡിൻ്റെ പോലെ കുറച്ച് കരയിൽ അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ ഒരു കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ അമ്മ ഗ്യാസ് ഓണാക്കി എന്നിട്ട് അതിലേക്ക് പാൻ വെച്ചു. പിന്നെ പഞ്ചസാരയാണ് നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. പഞ്ചസാര അളവ് നമ്മൾ ഏത് ബോളിലാണ് ഒഴിക്കണത് ആ ബോളിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ നമ്മൾ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കും. കുറച്ച് കഴിയുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ പോലെ നമുക്ക് തോന്നും. തൊടാതെ തന്നെ നമുക്ക് തോന്നുമല്ലോ ആവാത്ത പോലെ തോന്നും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ഉടച്ചെടുക്കും ഓരോ ഭാഗം. അപ്പോൾ അത് തനിയെ ഒന്നായിക്കോളും. പിന്നെ സ്റ്റൗവിൻ്റെ മേലുള്ള കാര്യങ്ങളൊന്നും സ്വന്തം ചെയ്യരുത്, അമ്മമാരെ കൂട്ടിയിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു വാട്ടർ എടുക്കുക, പ്യൂർ വാട്ടർ ആവും നല്ലത്. ഞാനിപ്പോൾ പൈപ്പിൽ വെറുതെ ജസ്റ്റ് നിർത്തിട്ടു ആണ്. നമുക്ക് ഒരു സ്പൂൺ എടുക്കണം. അമ്മ അവിടെ കപ്പയുള്ളത് എന്തോ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച്, കാരണം എനിക്ക് ഈ അളവ് അറിയില്ല, അമ്മേനെ പറഞ്ഞത് തനിയെ ആയിക്കോളുന്നു. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കണം. ഇളക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ഒരു രീതിയിലാവും നമുക്ക് കണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പം ആ വെള്ളം കുറഞ്ഞ പോലെ തോന്നും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പഞ്ചസാരയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ ചെറുതായിട്ടൊക്കെ അതേപോലെ ഇതേപോലെ അങ്ങനെ കാരമലായി കണ്ടോ, അതൊരു വേറൊരു രീതിയിൽ വന്നു. കുറച്ച് ഒരു വറുത്ത പോലെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഓരോ ഭാഗം ഉരുക്കി ആയിക്കോളും. നമ്മളൊന്ന് അങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അതാ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് അങ്ങനെയായി. നമ്മൾ ഏത് ബൗളാണോ വേണ്ടത് ആ ബൗളിലേക്ക് ഒഴിച്ചെടുക്കുക. കുറച്ചൊരു ഉണങ്ങാൻ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ബാറ്ററും കൂടി ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അത് മിക്സ് ആകും. നല്ല ചാൻസ് ഉണ്ട് നമ്മൾ വേഗം ഉണങ്ങുകയും ചെയ്യും. അതൊന്നും കൂടി ഇളക്കണം, കുറേ നേരം വെച്ചുകൊണ്ട് ഒന്നും കൂടി ഇളക്കണം. അത് നമുക്ക് ഒഴിക്കാം. അത് ഞാൻ കുറച്ച് നേരം അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെച്ചു. ഗ്യാസ് ഉണക്കി നമ്മുടെ ചെമ്പ് അതിൽ താഴെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചു. പിന്നെ നമ്മൾ ആ പാത്രം അത് വെച്ചു അതിൻ്റെ ഉള്ളിലേക്ക്. പാത്രം ഇട്ടോ, അത് ഒത്തിരി ഇത്ര ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലേ? സിമ്പിളാണ്.